വെച്ചിട്ട് അച്ചാറാണ്, ഒരു വെറൈറ്റി അച്ചാറാണ്. അപ്പൊ അച്ചമ്മ തന്നെയാണ് അത് പറിച്ചെടുക്കുകയാണ്. അങ്ങനെ ഓർക്കാപ്പുളി പറിക്കുകയാണ്. പറിച്ചിഞ്ഞ് കഴുകി 1-2 പ്രാവശ്യം നല്ലവണ്ണം കഴുകിയതിന്റെ ശേഷം അത് ഉണക്കണം. നന്നായിട്ട് ഉണക്കണം. ഒരാഴ്ച ഒന്ന് വെയിലത്തിട്ടിട്ട് ഒരാഴ്ച ഉണക്കണം. ഉണക്കിയതിന്റെ ശേഷം നമുക്ക് ഉണക്കി എടുത്തു വെക്കാം. കുറച്ച് കുപ്പിയിലൊക്കെ ആക്കി വെക്കാം. എത്ര വേണമെങ്കിലും ഉണക്കി കുപ്പിയിലാക്കി വെക്കാം. ഒരു കേടും ഉണ്ടാവില്ല. സാധനം 6 മാസം ഇരുന്നാലും കേട് വരില്ല ഓർക്കാപ്പുളി. നമുക്ക് കറിയിലേക്കൊക്കെ ഇടാം. ചെമ്മീന്റെ കറിയില്, അയിലന്റെ കറിയിലൊക്കെ ഇടാൻ പറ്റണ സാധനമാണ്. നല്ല 2 ദിവസമൊക്കെ ഉണങ്ങി കഴിഞ്ഞാല് നല്ല ഇതുപോലെ ആയി മാറും. നോലമ്പ് കാലം ആയതുകൊണ്ട് നമുക്ക് മീൻ കിട്ടൂല, മീൻ തിന്നാനും പാടില്ല. അതുകൊണ്ട് നമുക്ക് വീട്ടിൽ അച്ചാറുണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ്. 3-4 ദിവസം ഉണങ്ങിയപ്പോ കണ്ടോ ഇതേപോലെ ആയി, ഉണങ്ങിയ മുന്തിരി പോലെ ആയിട്ടുണ്ട്. ഉണക്ക മുന്തിരി പോലെ ആയിട്ട് കിട്ടും. ഞങ്ങളതും അതുപോലെ തന്നെ ആയിട്ട് കിട്ടി. നിങ്ങളതും അതുപോലെ തന്നെ ആയിരിക്കാം. ഇനി മുന്തിരി എടുത്തു കൊണ്ടുവന്നിട്ട് ഞങ്ങള് അച്ചാറുണ്ടാക്കാൻ പോവാണ്. അപ്പൊ അതിന് വെളുത്തുള്ളി വേണം. ഒരു 10 വെളുത്തുള്ളി മതി, ഒരു 10 വെളുത്തുള്ളി. അപ്പൊ അതിന്റെ ഇല്ലിയൊക്കെ എടുത്തിട്ട് നമ്മളൊരു വെറൈറ്റി രീതിയിലാണ് ഇത് പൊളിക്കുന്നത്. ജസ്റ്റ് പൊളിച്ചിട്ട് നമ്മൾ ചുടുവെള്ളത്തിൽ ഒരു കുപ്പിയിലിട്ട് വെക്കും. എന്നിട്ട് നല്ലൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാല് അതിന്റെ തോല് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ ഇതുപോലെ പൊളിച്ചെടുക്കാൻ പറ്റും. കൈ വെച്ചിട്ട് തന്നെ കൈകൾ വെച്ചിട്ട് മാത്രമായിട്ടും ഉണ്ടോ, കൈയേറ്റ് എളുപ്പത്തിൽ നമുക്ക് ചുടുവെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊളിച്ചെടുക്കാൻ എളുപ്പമാണ്. നമ്മളെ ഉണങ്ങിയ ഊർക്കാപ്പുളി ഒന്ന് മുറിച്ചെടുക്കണം. ചെറുതായിട്ട് ഇതുപോലെ മുറിച്ചെടുക്കുക. പിന്നെ മുറിച്ചതിന്റെ ശേഷം ഒന്ന് കഴുകി നമുക്ക് കുറച്ച് കുപ്പിയിലിട്ട് വെക്കാം. നമ്മൾ നോയമ്പ് കാലത്തെ നമുക്ക് എപ്പോ വേണമെങ്കിലും, നോയമ്പ് അല്ലെങ്കിലും നമ്മൾക്ക് അച്ചാറുണ്ടാക്കാം. ഞാൻ മുറിച്ചതിന്റെ ശേഷം ഒന്ന് കഴുകി കഴിഞ്ഞ് കുറച്ച് എണ്ണ ഒഴിക്കുക. ചൂടുള്ള നല്ലെണ്ണ ഒഴിച്ചതിന് ശേഷം അത് ചൂടായിട്ട് വെളുത്തുള്ളി അയക്കാണ്ട് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞാല് കഴുകി വെച്ച മുന്തിരി അതിലേക്ക് ഓർക്കാപ്പുളി അതിലേക്ക് ഇടുക. പിന്നെ നമ്മള് ആണിവെല്ലം ഒന്ന് കുത്തി ചതച്ചിട്ട് അതും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇഞ്ചിയോ അല്ലെങ്കിൽ ഉണക്ക ചുക്കോ അല്ലെങ്കിൽ ഇഞ്ചിയോ ചെറുതാക്കി കുത്തി ചതച്ചതിന് ശേഷം അതും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്തിട്ട് അടുപ്പത്തൊന്ന് സ്വയം നല്ല ഒന്ന് ഇളക്കുക. 2-3 പ്രാവശ്യം ഒന്ന് ഇളക്കിയതിന്റെ ശേഷം, അല്ലാതെ വേവൊന്നുമില്ല, ഒന്നാണ്ട് അങ്ങോട്ടും ഇതാക്കിയാൽ മതി. അത് കഴിഞ്ഞതിന്റെ ശേഷമാണ് നമ്മൾ ഇറക്കി വെച്ചതിന്റെ ശേഷമാണ് നമ്മൾ ഈ പൊടികളൊക്കെ ഉലുവപ്പൊടി ഇട്ട് കുറച്ച് അച്ചാർപ്പൊടി ഇടുക. പിന്നെ നമ്മള് നല്ലൊന്ന് ഇളക്കി കൊടുക്കുക. അച്ചാർപ്പൊടിയും ഉലുവപ്പൊടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി. പിന്നെ അതിൽ കുറച്ച് ഉപ്പ് ഇടണം. പിന്നെ നമ്മൾ കടുക് വറുത്തിട്ട് വെളിച്ചെണ്ണയിലിട്ട് പൊരിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. പിന്നെ വിനാഗിരി കുറച്ച് സുർക്ക ഒഴിച്ചിട്ട് ചൂടാറാൻ വെക്കുക. ചൂടാറിയതിന്റെ ശേഷം അത് മിക്സാക്കിയിട്ട് ചൂടാറിയതിന്റെ ശേഷം പിന്നെ കുറച്ച് ചീനമുളക് സുർക്കയിലിട്ട് വെച്ചതാണ്. നമ്മുടെ അച്ചാറിന് ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് പ്രശ്നമില്ല. അത് ചേർത്ത് ചൂടാറിയതിന്റെ ശേഷം കുപ്പിയിലാക്കി നമ്മുടെ അച്ചാർ പൊടിയൊക്കെ എല്ലാ സ്ഥലത്തേക്കും ആയി. ടേസ്റ്റ് നോക്കണേ. സൂപ്പർ. അപ്പൊ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇത് ഞങ്ങളെ
അവരുടെ പാടത്തുള്ള കൃഷിയാണ്. പാടത്തുള്ളതാണ് കൃഷി. അതിന്റെ വീഡിയോ ഞങ്ങൾ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം. ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും കാണിക്കാം. ഓക്കെ, താങ്ക് യു.